നമ്മുടെ വിഷയം ഞാൻ പറഞ്ഞു വന്നത് ഈ ആയത്ത്, നമ്മുടെ ഈ ആയത്ത് കദാലിക അതത്ക ആയാതുന ഫനസീതഹ വകദാലികൽ യൗമ തുൻസ എന്ന ആയത്ത് അത് അറിയിക്കുന്നൊരു തത്വമാണിത്. പണ്ഡിതന്മാർ പറയുന്നത് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, നമ്മുടെ കർമ്മത്തിൻ്റെ അതേ വകുപ്പിലാണ് പ്രതിഫലവും. അപ്പോൾ അതിനെ ഈ ഖായിദയെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ സത്യപ്പെടുത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളാണ് ഈ പറഞ്ഞത്. ഇതുപോലെ ധാരാളം തെളിവുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ വലയൻസുറന്നല്ലാഹു മൻ, എന്താ ആയത്തിൻ്റെ പൂർത്തീകരണം? അള്ളാഹു സഹായിക്കുന്നതാണ്. വലയൻസുറന്നല്ലാഹ്, അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. ആരെ സഹായിക്കുക? മയ്യൻസുറുഹു, അള്ളാഹിനെ സഹായിക്കുന്നവരെ, അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇഹ്ഫദില്ല, എന്താ ഇഹ്ഫദില്ല? നീ അള്ളാഹുവിനെ സൂക്ഷിക്ക്. എന്താ അതിൻ്റെ ഇത്? യഹ്ഫളുക, അള്ളാഹുവിൻ്റെ ഹിഫ്ള് നിനക്കുണ്ടാവും. അതിന് അള്ളാഹിനെ നീ സൂക്ഷിച്ചാൽ അള്ളാഹിൻ്റെ ഹിഫ്ള് നിനക്ക് വരുന്നതാണ്. അങ്ങനെ ധാരാളം പിന്നെ തെളിവുകൾ കാണാം ഈ ഒരു വിഷയത്തിൽ. അള്ളാഹുവിൻ്റെ പ്രതിഫലം അത് നമ്മളുടെ ചെയ്യുന്ന അമലുകൾക്ക് അനുസരിച്ചാണ് എന്നുള്ള ഒരാളുടെ തത്വം തന്നെ അതായിരുന്നു. അൽ മാദി ലാ യുദ്കർ. എന്താ അൽ മാദി ലാ യുദ്കർ? കഴിഞ്ഞത് പറയാൻ പാടില്ല എന്നാണ്. കഴിഞ്ഞ് ഖലാസ്, അതിൽ ഇനി പിടികൂടലില്ല, ശിക്ഷല്ല എന്നുള്ള രീതിയിലായിരുന്നു. അൽ മാദി ലാ യുദ്കർ. ഒരു സാലിഹായ സച്ചരിതനെ കുറിച്ച് പറയുന്നതാണത്. ഇവിടെ ആരുടെ ഒരു ചരിത്രത്തിൽ ഞാൻ വായിച്ചാണ്, അയാളുടെ ഒരു തത്വം തന്നെ അതാണ്, അൽ മാദി ലാ യുദ്കർ. അപ്പോൾ അയാളുടെ ആരെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അൽ മാദി ലാ യുദ്കർ, അത് പറയാൻ പാടില്ല. കാരണം എന്താ? അത് ഖലാസ്, മാപ്പാക്കപ്പെട്ടു, മാപ്പ് നൽകി, അവകാശമാണെങ്കിൽ അത് ഖലാസ്, അത് പറയാൻ പാടില്ല. അങ്ങനെ ഈ വ്യക്തി മരണപ്പെട്ടു എന്നാണ്. ഈ മരണപ്പെട്ട വ്യക്തിയെ ഒരാൾ പിന്നെ സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പോൾ അള്ളാഹു നിങ്ങളോട് എന്താണ് പ്രതികരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ പ്രതികരണം എൻ്റെ വിഷയത്തിൽ അൽ മാദി ലാ യുദ്കർ എന്നാണ്. അൽ മാദി ലാ യുദ്കർ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്കും എല്ലാം വിട്ടുപുറത്തും മാപ്പാക്കിയ ആൾ വിട്ടു എന്നുള്ളതാണ്. ജാഫർ ഇബ്നു അബി താലിബ്, എന്താ ജാഫർ റളിയല്ലാഹുവിൻ്റെ സ്ഥാനപ്പേര്? തയ്യാർ. ദുൽ ജനാഹൈൻ എന്നാണ്. ദുൽ ജനാഹൈൻ. ജാഫർ തയ്യാറായത് ദുൽ ജനാഹൈനി ആയതുകൊണ്ടാണ്, രണ്ട് ചിറകുകൾ ഉള്ളവൻ എന്നാണ്. സാഹിബുൽ ജനാഹൈൻ. ജാഫർ റളിയല്ലാഹുവിൻ്റെ മക്കളെ കാണുമ്പോൾ റസൂലുള്ള പറയാറുള്ളത്, അല്ലെങ്കിൽ സഹാബികൾ പറയാനുള്ളത് യബ്ന ദിൽ ജനാഹൈൻ എന്നാണ്. യബ്ന ദിൽ ജനാഹൈൻ, രണ്ട് ചിറകുള്ള ആങ്ങളുടെ മകനെ എന്നാണ് പറയാറ്. അബ്ദുള്ളനെ കാണുമ്പോൾ ആളുകൾ വിളിച്ചിരുന്ന അങ്ങനെയാണ്, യബ്ന ദിൽ ജനാഹൈൻ. അതെന്തുകൊണ്ടാണ്? അത് രണ്ട് ചിറക് കൊടുത്ത് രണ്ട് കൈ കൊടുത്തതുകൊണ്ടാണ്. അദ്ദേഹം രണ്ട് കൈ കൊടുത്തു അള്ളാഹിൻ്റെ മാർഗത്തിൽ. മൂത്ത യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും റോമക്കാരെ അറുത്തു മാറ്റിയിരുന്നു. പക്ഷെ അദ്ദേഹം സധൈര്യം, സജീവം, ധീരധീരം രണഭൂമിയിൽ ആ പതാക വീഴാതെ നിന്നു എന്നുള്ളതാണ്, ഷഹീദാവുന്നത് വരെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് ചിറകുകൾ നൽകിയിട്ട് അദ്ദേഹത്തെ സ്വർഗത്തിൽ പാറാൻ വിട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇതാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നുള്ള ആ ഒരു വിഷയം. അങ്ങനെ കുറേ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഖദീജ റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ട് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ വീടിനെ കുറിച്ച് സന്തോഷ വാർത്ത പറഞ്ഞില്ലേ? ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാലച്ച. അപ്പോൾ ജിബ്രീൽ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറയുന്നത്, യാ മുഹമ്മദ്, ഹാദിഹി ഖദീജ ഖദ് അതത്, അതാ ഖദീജ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഖദീജാണ് വരുന്നതെന്ന് പറയുന്നത്. ഫീ യദിഹ ഇനാഉൻ, അവരുടെ കയ്യിലൊരു പാത്രമുണ്ട്. ഫീഹി മെറക്കുൻ, അതിൽ കൂട്ടാനുണ്ട്, കറിയായിട്ടാണ് വരുന്നതെന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ്, പിന്നെ അവർ വന്നിട്ടുണ്ടെങ്കിൽ ഫബല്ലിഗ്ഹാ മിൻ റബ്ബിഹ സലാം, റബ്ബിൽ നിന്നുള്ള സലാം അവർക്ക് നിങ്ങൾ പറയണം, അള്ളാഹിൻ്റെ സലാം ഖദീജക്ക് റളിയല്ലാഹു തആല അൻഹ. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന മിൻ ഖസബിൻ ലാ സഖബ ഫീഹി വലാ നസബ്, അവർക്ക് സ്വർഗത്തിലൊരു വീടുണ്ട്, അത് ഒരു പളുങ്കിനാൽ തീർത്തൊരു വീട്. അപ്പോൾ പിന്നെ വീടാണ് ലാ സഖബ ഫീഹി, അതിൽ എന്തില്ല, ബഹളമല്ല, വലാ നസബ്, അതിൽ ക്ഷീണമല്ല എന്നൊക്കെ പറയും. ഈ ഹദീസിനെ പുരസ്കരിച്ചിട്ട് ഈ ഒരു തത്വം പറയുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഏറെ വിശദീകരിച്ച് കാണാൻ സാധിക്കും. അതിൽ പ്രത്യേകിച്ച് പിന്നെ ചരിത്രകാരൻ സുഹൈലി എന്തുകൊണ്ടാണ് അവർക്ക് ബൈത്ത് പറഞ്ഞത്? ബൈത്ത് വബശ്ശിർഹാ ബൈത്തിൻ ഫിൽ ജന്ന എന്നാണ്. അവർക്ക് ഖസറല്ല പറഞ്ഞത്, അവരുടേത് ഖസറിനേക്കാൾ മികച്ച ഖസറാണ് അൽഹംദുലില്ലാഹ്. പക്ഷേ അതിന് ബൈത്ത് എന്നാണ് പറഞ്ഞത്. കാരണം അവരുടെ ബൈത്ത്
അതിന് പ്രതിഫലമാണ് അവിടുത്തെ ബൈത്ത്. ആ ബൈത്ത് അവരുടെ ബൈത്താണ് വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്രമായ സമാധാനമായ. അതേപോലെ തന്നെ ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നവരിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ, കുട്ടികളിൽ അലി റളിയല്ലാഹു തആല അൻഹു, അടിമകളിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു ഒക്കെ ഈ വീട്ടിലെ മക്കളാണ്. പിന്നെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സെയ്ദ് ബിൻ ഹാരിസ, അതേപോലെ തന്നെ ഉസാമൻ്റെ ഉമ്മു ഐമൻ, അതേപോലെ തന്നെ പല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്ത മക്കൾ ഹിന്ദ്, ഇവരൊക്കെ ആ വീട്ടിലാണ്. അവരൊക്കെ പോറ്റിയതാരാണ്? ഖദീജ റളിയല്ലാഹു തആല. അപ്പോൾ ആ ബൈത്ത്, അതിന് പകരം അവർക്ക് സ്വർഗത്തിൽ ബൈത്ത്. ഫാത്തിമ റളിയല്ലാഹു തആല ചോദിക്കേണ്ട ഒരു ദിവസം റസൂലുള്ളാഹിനോട്, റസൂലേ ഐന ഉമ്മി, എൻ്റെ ഉമ്മ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഫി ബൈത്തിൻ ഫിൽ ജന്ന മിൻ ഖസബിൻ, സ്വർഗത്തിൽ ഒരു പളുങ്കിൻ്റെ, ഒരു മുത്തിനാൽ ഉള്ള ഒരു പളുങ്ക് കൊട്ടാരത്തിലാണെന്ന് പറയുന്നുണ്ട്, വീട്ടിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇതുപോലത്തെ ഇതാണ് മുത്താണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാനില്ല, ഈ യാക്കൂത്തും ദുർറും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു തരം മുത്താണ് എന്നാണ് പറയുന്നത്. അത് പറയുന്ന ഒരു ഹദീസാണ് സാധിക്കും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബൈത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ബൈത്തും ഒരു ശരിക്ക് പളങ്കിനാലുള്ള ഒരു ബൈത്താണ്. പക്ഷെ അതിൽ സഹബില്ല, അതിൽ നസബില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ അവരുടെ ഈ ദുനിയാവിലെ സേവനങ്ങൾക്ക്, അവരുടെ സംഭാവനകൾക്കുള്ള പ്രതിഫലമായിട്ടാണ് അതൊക്കെ പറയപ്പെടുന്നത്. പ്രതിഫലം എപ്പോഴും അത് കർമ്മത്തിനനുസരിച്ചിരിക്കും എന്നുള്ളതാണ് ഇവിടെ അതിലൂടെയൊക്കെ പണ്ഡിതന്മാർ ഉണർത്തുന്നത്. ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹ വകദാലിക അൽയൗമ തുൻസ.